സമ്പത്തിനോട് ഒട്ടും തന്നെ ആഗ്രഹമില്ലാത്തവനായിരുന്നു വിശുദ്ധ യൗസേ പിതാവ്. തൊഴിലിന് കൊടുക്കുന്ന കൂലി കൊണ്ട് അദ്ദേഹം തൃപ്തനായി. ദൈവത്തിലുള്ള അചഞ്ചലമായ പ്രത്യാശയാണ് വിശുദ്ധ യൗസേ പിതാവിനെ നയിച്ചിരുന്നത്. ആകാശത്തിലെ പറവകളെ പോറ്റുകയും വയലിലെ ലില്ലികളെ അലങ്കരിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പൈതൃക പരിപാലനയിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അധ്വാനപൂർണവും ക്ലേശഭ്രഷ്ടവുമായ ജീവിതം അദ്ദേഹം നയിച്ചു. വിശുദ്ധ യൗസേപ്പ് ദരിദ്രനായി ജനിച്ചതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ദരിദ്രരോട് പിതൃതുല്യമായ സ്നേഹമാണ് ഉള്ളത്. മനുഷ്യന്റെ പരിത്രാണ പരിപാടിയിൽ തൊഴിലിന് ശ്രദ്ധേയമായ സ്ഥാനമുണ്ട്. അത് നമ്മെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ദൈവകുമാരനും അവിടുത്തെ വളർത്തുപിതാവും ഒരു തച്ചന്റെ ജോലി ചെയ്തത്. രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ ഈശോ മിശിഹായോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി വിശുദ്ധ യൗസേപ്പാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മനുഷ്യാവതാര കർമ്മത്തിൽ ഒരു തിരശീലയായി വർത്തിച്ചുകൊണ്ടും ഉണ്ണി മിശിഹായെ ജീവഭായത്തിൽ നിന്ന് രക്ഷിച്ചും വിശുദ്ധ യൗസേപ്പ് രക്ഷാകര കർമ്മത്തിൽ സുപ്രധാനമായി പങ്കുവഹിച്ചു. കൂടാതെ ദിവ്യകുമാരനെ സംരക്ഷിക്കുവാനും വളർത്തുവാനും വന്യപിതാവ് ഏറെ കഠിനാധ്വാനം ചെയ്തു. വളരെയേറെ ആത്മീയതയുള്ള ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ യൗസേ പിതാവ്. അടിയുറച്ച വിശ്വാസമുള്ള ഒരു മനുഷ്യൻ. അതിന്റെ കാരണം വിശുദ്ധന്റെ സ്വന്തം വാക്കുകളല്ല, മറിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ അദ്ദേഹം ശ്രവിച്ചത് മൂലമാണ്. നിശബ്ദതയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ വാക്കുകളിൽ അടങ്ങിയിട്ടുള്ള സത്യത്തെ സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന്റെ ഹൃദയം സദാ സന്നദ്ധമായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ പാപ്പ യൗസേ പിതാവിനെ അനുസ്മരിച്ചു പറഞ്ഞ വാക്കുകളാണിത്.